ഞാനെങ്ങനെ സഹിക്കോടാ ഭാസ്കരാ, നീ ഇത് കാട്ടില്ല കേട്ടാ. നെഞ്ചത്തുണ്ടെന്ന് വെച്ചാൽ കുട്ടമ്പിള്ള ചേട്ടാണ് മാറ്റി തരുന്നത്. ചേട്ടാ ക്യാമറ വന്ന് മൂടി. അലമ്പുണ്ടാക്കല്ലേ, മനുഷ്യനാണ് മരിക്കും. ഹലോ, ആ ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തിട്ട്. ആ ശരി, ഓക്കെ. ഏതാ വൈഫാരാണ്? നമുക്ക് പിന്നെ അവരെടുത്ത് ഇത് മരിച്ച വീടാ, ഇത് പെറ്റ വീടല്ലേ. കരയുമ്പോ ശരിക്കും കൊടുക്കാൻ കഴിഞ്ഞ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കും. 1 2 3 പറഞ്ഞു കേട്ടോ. 1 2 3 പറഞ്ഞിട്ട് എടുക്കും. നിങ്ങളുടെ ശരിക്കും ആരായത്? അല്ല, നെഞ്ചിടിപ്പിന്റെ ഒരു ക്ലോസ് എടുത്ത. ഇത് അച്ഛനാണോ? ഞാനല്ലേ മോനാണ് ചേട്ടാ. വാടി വാടി അവരുടെ 2 ഫോട്ടോ എടുക്കണേട്ടാ. ഒടുക്കത്തെ മണോടി ചെയ്തിട്ട് ചാവണേന് മുമ്പ് വെള്ളം പോലും കൊടുത്തിട്ടില്ലാത്തവടാ. കള്ളക്കരച്ചിൽ കണ്ടപ്പ എന്റെ എടുത്തിട്ടില്ലട്ടോ, എന്റെ എടുത്തിട്ടില്ലട്ടോ ചേട്ടാ. സൈഡ് പോസ് എടുക്കണ്ട. ഇതെന്താണ് കാണിക്കണിയാണ്? എന്താണ് ഈ കാണിക്കണ ചേട്ടാ? നല്ല ബോസിൽ കിട്ടാൻ വേണ്ടി എടുക്കണേടാ, എടുത്തോട്ടെ. അതെ, ജീവിച്ചിരിക്കുമ്പോ ഇത്ര നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ലടാ. ചങ്ക് അല്ലെങ്കിൽ പൊങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ മതി മതി. വൈകുന്നേരം തന്നെ കിട്ടൂലേ? വൈകുന്നേരം തന്നെ കിട്ടൂലേ? ചേട്ടാ ചേട്ടാ, വലിയ സൈസ് എടാ. നമ്മുടെ ഒരു ക്ലോസപ്പ് എടുത്തില്ലല്ലോ ചേട്ടാ. അയ്യോ അയ്യോ, എനിക്ക് വയ്യേ. എന്താ അത്? എന്താ ചേട്ടത്? കരയാൻ പറ്റും. അപ്പന്റെ പോക്കറ്റ് അപ്പനവസാനമായിട്ട് എന്തെങ്കിലും എഴുതി വെച്ചായിരിക്കും ചേട്ടാ. നോക്കട്ടേടാ. അമേരിക്കന്റെ ചില ലെറ്ററാണ്, ഞാൻ വായിക്കാം. പ്രിയമുള്ള ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഞാൻ അപ്പന്റെ ബോഡി അമേരിക്കയിൽ നിന്ന് പാഴ്സൽ അയക്കുന്നതോടൊപ്പം തന്നെ
നിങ്ങൾ പറഞ്ഞ കുറെ സാധനങ്ങളും അതോടൊപ്പം വഴക്കുന്നുണ്ട്. ആക്രാന്തം കാണിക്കലേ. ആർക്കൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന റൈബൻ ഗ്ലാസ് 1050 രൂപയുടെ കണ്ണാടി ഗ്ലാസ് എടുക്കാൻ വരട്ടെ. ആർക്കാന്ന് പറഞ്ഞിട്ട് ദിവാകരന്റെ ഭാര്യ സരളക്കാണ്. അടുത്ത് വായിക്കട്ടെ. ഇട്ടു മടങ്ങ്. വേഗം വേഗം വായിക്ക്. അച്ഛന്റെ പോക്കറ്റിലിട്ടിരുന്ന വെച്ചാ അക്കന്റെ കോട്ടിന്റെ വലത് പോക്കറ്റിൽ ഒരു 10 പവന്റെ മാല ഇരിപ്പുണ്ട്. സന്തോഷം. അച്ഛന്റെ വലത് പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ. അതായിരിക്കണം ഭാസ്കരന്റെ ഭാര്യക്ക്. കിട്ടണ്ടേ നോക്കട്ടെ. അച്ഛന്റെ കാലിൽ കിടക്കുന്ന വുഡ്ലാൻഡ്സിന്റെ അമേരിക്കൻ ഷൂസ് 20,000 രൂപയുടെ ഷൂസാണ്. അത് ദിവാകരന്റെ മകന്. കണ്ണട കിട്ടിയില്ലേ? വലിച്ചോണ്ടിരിക്കണ എങ്ങനെ? കുട്ടപ്പിള്ള ചേട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ പാന്റിന്റെ സൈഡിൽ ഒരു ബുക്കിരിപ്പുണ്ട്. ആ സാധനം എടുത്ത് കുട്ടപ്പിള്ള ചേട്ടൻ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ എൻസൈക്ലോപീഡിയയുടെ നല്ലൊരു ബുക്ക്. സ്കൂളിലെ പടി പോലും കാണാത്ത എനിക്കെന്തിനാണ് ഈ പണ്ടാറ. അച്ഛനിട്ടിരിക്കുന്ന സൂട്ട്. ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ചേട്ടാ. ആയിരിക്കണം, ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ ഒരു തുള്ളി മരുന്നുണ്ട്. ഇത് അമേരിക്കയിൽ കണ്ടുപിടിച്ച അത്യപൂർവ മരുന്നാണ്. ഇതിൽ നിന്ന് 2 തുള്ളി അച്ഛന്റെ മൂക്കിൽ ഒഴിച്ചാൽ അച്ഛൻ 1 നിമിഷം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ അച്ഛന് പറയാനുള്ള അവസാന വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ഒഴിക്കട്ടെ. അച്ഛൻ അവസാനമായിട്ട് പറയാൻ എന്താണെന്ന് കേൾക്കാം. 2 തുള്ളിയാട്ട കൂടി പോരുത്. അമേരിക്കക്കാരുടെ മരുന്നാണ്. അപ്പം ജീവിച്ചടാ. അറിയാൻ പാടടാ. അച്ഛൻ കൊണ്ടുകൊടുക്കണ നാണം മറക്കാൻ. ഇതായിട്ട് എന്തിനാടാ ബാക്കി വെച്ചേക്കണ പട്ടികളെ? ഇത് വിറ്റാലും കിട്ടൂടാ. ഓ മുതലാളി പിന്നെയും പോയപ്പോ നിർത്ത്. എല്ലാവർക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? ഇനി വേറെ കാര്യം ഞാൻ പറയാം. ഇനി ഈ ശവ സംസ്കാരം നടത്താനുള്ള ചെലവ് ആര് ഏറ്റെടുക്കും? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഫ്ലൈറ്റിൽ നാളെ അമേരിക്കക്ക് പോകണ്ടേ. ഞങ്ങൾ ഇന്ന് തന്നെ ബോംബെക്ക് പോവാ. അല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റൂല. 5 പൈസ ഞാൻ തരില്ല ഇതിന് വേണ്ടിട്ട്. എനിക്ക് നിർത്തി. എന്നോട് പറയണ്ട, ആ കാര്യം പറയണ്ട, ഒന്നും പറയണ്ട. കട്ട്ലെസ് ജ്വല്ലറി അമേരിക്കയിൽ വെച്ച് നടന്ന മരണമായതുകൊണ്ട് ഈ ശവദാഹത്തിന്റെ എല്ലാ ചിലവുകളും സ്പോൺസർ ചെയ്യുന്നു കട്ട്ലെസ് ജ്വല്ലറി. ശവകോടികളുടെ വിശ്വസ്ത സ്ഥാപനം കട്ട്ലെസ് ജ്വല്ലറി.